റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. റോഷിപാൽ, എൻ വാസുവിനെ ഇന്ന് തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കാനായിട്ടുള്ള ഒരു നീക്കമാണോ അന്വേഷണ സംഘം നടത്തുന്നത്? ഉന്നതങ്ങളിലേക്ക് എത്തുന്നു, ഹൈക്കോടതി നിർദ്ദേശിച്ച രീതിയിൽ എന്ന് വേണ്ടേ കരുതാൻ സ്വർണ്ണപ്പാളി കേസിലെ എൻ വാസുവിന്റെ അറസ്റ്റോടെ? വസുജ, ഏറ്റവും നിർണായക നീക്കം അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം പോകുന്നു എന്നതിന്റെ സൂചന കൂടിയായി ഇതിനെ കാണേണ്ടി വരും. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢമായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഭരണസമിതിയിലെ പ്രധാനിയാണ് എൻ വാസു എന്ന അന്വേഷണത്തിൽ കണ്ടെത്തി. അതിന് തൊട്ടു പിന്നാലെയാണ് എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇന്ന് തന്നെ റാന്നിയിലെ കോടതിയിൽ എൻ വാസുവിനെ ഹാജരാക്കുമെന്ന വിവരങ്ങളാണ്. ഇതെല്ലാം അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കും. അന്വേഷണ സംഘം നേരത്തെ തന്നെ വാസുവിനെ ചോദ്യം ചെയ്തതാണ്. നിലവിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നടക്കം ശേഖരിച്ച ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായ എൻ വാസുവിനെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മാത്രവുമല്ല, നേരത്തെ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു എൻ വാസു. കമ്മീഷണർ സ്ഥാനത്ത് നിന്നും അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ ഒരു ഉദ്യോഗസ്ഥൻ എന്ന പ്രത്യേകത കൂടി. മാത്രവുമല്ല, ദേവസ്വം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഹരിമോഹൻ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോടതിയിലേക്ക് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ എൻ വാസുവിനെ എപ്പോഴായിരിക്കും കൊണ്ടുപോവുക? എന്തൊക്കെയാണ് ഈ അറസ്റ്റ് സംബന്ധിച്ച് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത്? വളരെ രഹസ്യ സ്വഭാവത്തിലായിരുന്നു SITയുടെ നീക്കം. അതായത് നമ്മളിപ്പോൾ അറിയുന്നത് പ്രകാരം ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ, അതായത് ഇന്നലെയും ഇന്നുമായി വാസുവിനെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടാണ് SIT ചോദ്യം ചെയ്തു വന്നിരുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കട്ടിളപ്പാളി കേസിൽ, അതായത് കട്ടിളപ്പാളി കേസിലാണ് ഇപ്പോൾ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം കട്ടിളപ്പാളികളെ, അതായത് സ്വർണ്ണപ്പാളികളെ ചെമ്പായി രേഖപ്പെടുത്തിയത് ദേവസ്വം കമ്മീഷണറായി വാസു ഇരിക്കുന്ന കാലത്താണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെയും എക്സിക്യൂട്ടീവ് ഓഫീസറെയും ഒക്കെ തന്നെ മറികടന്നുകൊണ്ട് വാസു എടുത്ത തീരുമാനമാണ് ഇതെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ പാളികളെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് വാസുവാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് മുമ്പാകെ ആ ഫയൽ വെച്ചത് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴികൾ മറ്റുദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലുണ്ടായത്. അതായത് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി കാലാവധി അവസാനിച്ചിരുന്നു. ആ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എൻ വാസുവിനെ SIT നേരിട്ട് ചെന്ന് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയും ഉണ്ടായത്. ഇന്നിപ്പോൾ ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായി തൊട്ടു പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് നീങ്ങിയിരിക്കുകയാണ് SIT. അല്പസമയത്തിനുള്ളിൽ തന്നെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പ്രസാദ് തുടർച്ചയായ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. എൻ വാസു ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എന്നതിനപ്പുറം ദേവസ്വം കമ്മീഷണറുമായിരുന്നു. അതിനുശേഷം ഈ നിർണായകമായ ഇടപാടുകൾ നടക്കുന്ന വേളയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. അങ്ങനെ ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം വ്യക്തമായി അറിയാവുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ കിങ് പിന്നാണ്. സ്വർണ്ണക്കൊള്ള നടന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് എന്നതുകൂടി വെച്ച് നോക്കുമ്പോൾ ഈ അറസ്റ്റ് വളരെ പ്രധാനമല്ലേ? ഈ കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുജയ പറഞ്ഞതുപോലെ ഈ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ദേവസ്വത്തിന്റെ കമ്മീഷണറായിരുന്നു. പിന്നീട് 2019 നവംബർ 15 മുതലുള്ള 2 വർഷക്കാലം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ചത് എൻ വാസുവാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇങ്ങനൊരു അറസ്റ്റിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് തന്നെയാണ്. ആദ്യം പോറ്റിയിലും പിന്നീട് ഉദ്യോഗസ്ഥരിലും കേന്ദ്രീകരിച്ച അറസ്റ്റ് ദേവസ്വം ബോർഡിലേക്ക് നീണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദേവസ്വം കമ്മീഷണർ എന്നുള്ളത് മാത്രമായിരുന്നില്ല എൻ വാസുവിന്റെ പദവി. എൻ വാസു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എൻ വാസു CPM സഹയാത്രികനായിരുന്നു. PK ഗുരുദാസന്റെ PS ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരാരും ഒരിക്കലും ദേവസ്വത്തിൽ പിന്നീട് ഭരണസമിതിയുടെ പ്രസിഡന്റായി മാറിയിരുന്നില്ല. CPIMന്റെ സഹയാത്രികനായതുകൊണ്ടും CPIM നേതൃത്വത്തിന് വലിയ വിശ്വാസമുള്ള ആളായതുകൊണ്ടുമാണ് ദേവസ്വത്തിനെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാന പദവിയിലേക്ക് സർക്കാർ നിയോഗിച്ച് 2019 നവംബർ 15 മുതലുള്ള 2 വർഷക്കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി എൻ വാസു മാറിയത്. ആ എൻ വാസുവാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലാകുന്നത് എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത്. ഈ വാർത്ത പുറത്തു വന്ന സമയത്തെല്ലാം എൻ വാസു പറഞ്ഞത് താനൊന്നും ചെയ്തിട്ടില്ല,
താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ സുജയ 1990 ഒന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനായി ടി വി പ്രസാദ് അന്നത്തെ 2019 ഇമെയിൽ അടക്കം ഉടൻ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന എൻ വാസുവിന്റെ ആ മുൻകൂട്ടിയുള്ള നീക്കമാണ് പാളിയതല്ലേ? ഉറപ്പായും അതുൾപ്പെടെയുള്ള ഒരുപാട് തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ ഉണ്ട് സുജയ. കാരണം എൻ വാസുവിന് കിട്ടിയ പോറ്റിയുടെ മെയിൽ മാത്രമല്ല, ആ മെയിൽ തന്നെ രക്ഷപ്പെടാനുള്ള ഒരു പഴുതായിട്ട് ആ പോറ്റി മാറ്റിയതാണ് എന്നുള്ളതാണ് പിന്നീട് വന്ന വിവരം. പക്ഷെ അതെല്ലാം പിന്നീട് കുടുക്കാകുകയായിരുന്നു എൻ വാസുവിന്. ആ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നുള്ളത് ആരെങ്കിലും സാക്ഷി പറഞ്ഞോ അല്ലെങ്കിൽ കണ്ടു എന്ന് പറഞ്ഞോ ഒരു കേസെല്ലാം കൃത്യമായ ഡോക്യുമെന്റൽ എവിഡൻസ് ആണ്. നമുക്കറിയാവുന്നതുപോലെ 1998-ലും 1999-ലുമായി വിജയ് മല്യ എന്ന് പറയുന്ന വ്യവസായി അവിടെ ശ്രീകോവിൽ പൂശുന്നതിന് വേണ്ടി 30 കിലോയിലേറെ സ്വർണം ഉപയോഗിച്ചിരുന്നു. അതിന്റെ ഓരോ ഭാഗങ്ങളിലായി അടിച്ചു മാറ്റിയതിന്റെ കണക്കാണ് സ്വർണ്ണക്കൊള്ളയിലൂടെ പുറത്തു വന്നത്. അത് ചെയ്തത് ചെമ്പ് എന്ന് എഴുതി ചേർക്കുകയായിരുന്നു. എല്ലാ രേഖകളിലും ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലും മഹസറിലും എല്ലാം ചെമ്പുപാളി എന്ന് എഴുതി ചേർത്ത് വിജയ് മല്യ പൊതിഞ്ഞ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റാൻ കൂട്ടുനിന്ന ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ആദ്യം 2.5 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പിന്നീട് തുടർച്ചയായ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇതാ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു പടി കൂടി മുകളിലോട്ട് കടന്ന് ഇനിയും ഹൈക്കോടതിയുടെ മുന്നിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങാതിരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശക്തമായ നീക്കമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു നീക്കമുണ്ടായിരിക്കുന്നു. ഇനി അറിയേണ്ടത് എ പത്മകുമാറിനെ എന്നാണ് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത നീക്കം ഇനി എ പത്മകുമാറിലേക്കായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം 2017 നവംബർ മുതൽ 2019 നവംബർ 15 വരെയുള്ള കാലയളവിൽ അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്നത് എ പത്മകുമാറാണ്. എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്.